നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിലെ സിവിൽ നിയമങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുന്നു. അടുത്ത മാസം ജൂൺ 1 മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. കൂടാതെ UAE-യിൽ പ്രായപൂർത്തിയാകാനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചിട്ടുമുണ്ട്. UAE-യിലെ സിവിൽ നിയമത്തിൽ വൻ പരിഷ്കാരങ്ങളാണ് വരാൻ പോകുന്നത്. ജൂൺ 1 മുതൽ നടപ്പിലാക്കുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും അതുപോലെ സാമ്പത്തിക ഇടപാടുകളെയും ബാധിക്കും. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പ്രായപൂർത്തിയാകാനുള്ള പ്രായപരിധിയാണ്. UAE-യിൽ നിലവിൽ 21 വയസ്സായിരുന്നു പ്രായപൂർത്തിയായി കണക്കാക്കിയിരുന്നത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇതിന് 18 വയസ്സായി കുറച്ചു. ഇനി 18 വയസ്സ് തികയുന്ന ഒരാൾക്ക് സ്വന്തം പേരിൽ കരാറുകളിൽ ഒപ്പിടാനും നിയമപരമായും സാമ്പത്തികമായുമുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായി തീരുമാനിക്കാനും അവകാശമുണ്ടാകും. നേരത്തെ തന്നെ UAE-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള പ്രായം 17 ബിസിനസ് ഇടപാടുകൾ നടത്താനുള്ള പ്രായം 18 കുറച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിലും ഈ ഇളവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ നിയമത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമെന്നത് പ്രായപൂർത്തിയാകാത്തവർക്ക് അവരുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ ലഭിക്കുന്ന ഇളവാണ്. പുതിയ നിയമം അനുസരിച്ച് കോടതിയുടെ പ്രത്യേക അനുമതിയോടെ 15 വയസ്സിൽ കൂടുതലുള്ളവർക്ക് പാരമ്പര്യമായി ലഭിച്ചതോ സ്വന്തമായി ഉള്ളതോ ആയ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്. എന്നാൽ കർശനമായ ജുഡീഷ്യൽ മേൽനോട്ടത്തിലായിരിക്കും ഇത് നടപ്പിലാക്കുക. കുട്ടികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം നൽകുക എന്നതാണ് ലക്ഷ്യം. അതേസമയം കരാറുകളുടെ രജിസ്ട്രേഷനിലും മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഏത് കരാറുകളായാലും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിലവിൽ വാടക കരാറുകൾക്ക് ഇജാരിയും തൊഴിൽ കരാറുകൾക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷനും പോലെ മറ്റ് സിവിൽ കരാറുകൾക്കും രജിസ്ട്രേഷൻ ആവശ്യമാണ്. UAE-യിൽ താമസിക്കുന്ന ഒരു പ്രവാസി വിൽപത്രം എഴുതാതെ മരിക്കുകയും നിയമപരമായ അവകാശികൾ ആരും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ സ്വത്തുക്കൾ സർക്കാർ മേൽനോട്ടത്തിൽ ചാരിറ്റബിൾ എൻഡോമെന്റുകളിലേക്ക് മാറ്റാനാണ് പുതിയ നിയമം നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ അറിയിപ്പുകൾ അധികൃതർ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമുണ്ട്. അതായത് കരാറിന് മുൻപുള്ള ചർച്ചകളെക്കുറിച്ചാണ്. കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് തന്നെ എല്ലാ വിവരങ്ങളും സത്യസന്ധമായി 2 വിഭാഗവും വെളിപ്പെടുത്തേണ്ടതാണ്. വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ചതിക്കുഴികൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇനി ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കനത്ത ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.